മറ്റുള്ള കമ്പനീസിൽ നിന്നും സോഷ്യൽ ബ്യൂറോയെ എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ സ്ട്രാറ്റജീസ് ആണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇവിടെ സാറ് യൂസ് ചെയ്യുന്ന വിഷൻ അത് കംപ്ലീറ്റ്ലി മറ്റുള്ള മാർക്കറ്റിംഗ് ഹെഡുകൾ ലീഡ് ചെയ്യുന്നതുകൊണ്ടല്ല. ഒരു സിഇഒ അല്ലെങ്കിൽ CFO അവരുടെ വിഷൻ പോലൊന്നും അല്ല ഇവരുടെ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എല്ലാ മാർക്കറ്റിംഗ് ഏജൻസിയും വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് ഒരു ക്രോർപതി ആവണം അല്ലെങ്കിൽ എനിക്ക് മില്യണയർ ആവണം എന്നാണ്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇവിടെ അവരാലോചിക്കുന്നത് വി നീഡ് ടു ബി ട്രില്യണിയേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് അവർ ട്രില്യൺ എഡീഷൻ എന്നൊരു കമ്പനിയുടെ അണ്ടറിൽ സോഷ്യൽ ബ്യൂറോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൊണ്ടുവരാൻ കാണും. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഹോയിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോഹോ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരുപാട് ആപ്സ് സോഫ്റ്റ്വെയർസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ സോഷ്യൽ ബ്യൂറോയിൽ ഞങ്ങൾ ഒരു ഇന്റേണൽ ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സോഹോ ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. ആ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 മാസത്തോളമായിട്ട് ഞാൻ വാട്സപ്പ് ഞാൻ തുറന്നിട്ടില്ല. കാരണം നമ്മുടെ ക്ലയന്റ് മീറ്റിംഗ്സ് ആയാലും നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ടുള്ള ചാറ്റിംഗ് ആയാലും അതുപോലെ ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നതായാലും ടാസ്കിന്റെ അപ്രൂവൽസ് വാങ്ങിക്കുന്നതായാലും എല്ലാം ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഈ ആപ്ലിക്കേഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൽസ് നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു ലീവ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ മെയിലിൽ ലോഗിൻ ചെയ്തിട്ട് അവരുടെ മെയിലിലോട്ട് അയച്ച് അങ്ങനെ